അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയശങ്കറും ദിലീപും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ എന്തായാലും ശരി ആ CCTV ഫോട്ടേജ് കൊടുത്തേക്ക്, അത് കോടതിയിലെത്തുമ്പോൾ അതിന് വഴിയുണ്ട്. നീ ഏതായാലും ധൈര്യമായി ഇരുന്നോ, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം അർച്ചനയും ദീപ്തിയും കൂടി വരുമ്പോൾ ആ CCTVയുടെ പെൻ ഡ്രൈവ് കിട്ടുകയാണ്. അത് കിട്ടിയിട്ട് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കാണുമ്പോൾ തന്നെ മുകുന്ദനെ തല്ലിച്ചതച്ചത് കാണുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ്. എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് ഒരുപാട് സങ്കടം വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ദീപ്തിയും വസുവും കൂടി പറയണ്, എന്നാൽ ശരി മേഡം കാണണ്ട, ഞങ്ങൾ കണ്ടോളാം എന്നിങ്ങനെ പറയണം. അവൻ ഈ തല്ലിച്ചതച്ചതിന് അവന് തക്കതായ ശിക്ഷ കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നിങ്ങനെ പറയണം. അവർ മുഴുവൻ കണ്ടതിന് ശേഷം ഈ CCTVയുടെ ഈ പെൻ ഡ്രൈവ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം അവർ പലതും ചെയ്യും, അവർ പല തിരിമറിയും ചെയ്യും. അതിനൊരു വഴിയുണ്ട്, ഞാൻ ആ വഴി ചെയ്താലോ എന്ന് അർച്ചനയോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താച്ചാൽ ചെയ്യ്, എനിക്കിതിലൊന്നും ഇടപെടാൻ വയ്യ. എനിക്ക് അവനെ തല്ലിച്ചതയ്ക്കുന്ന CCTV ദൃശ്യം കാണുമ്പോൾ തന്നെ ചങ്ക് തകർന്നു പോകുന്നു എന്നിങ്ങനെ അർച്ചന പറയുകയാണ് കേട്ടോ. അതേസമയം ആ പെൻ ഡ്രൈവും കൊണ്ട് ദീപ്തി ഒരു സോഷ്യൽ മീഡിയയിൽ അത് കൊടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് അത് ഭയങ്കര വൈറലാകുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ലോകം മുഴുവൻ അത് കാണുകയാണ്. ഈ മുകുന്ദൻ സാധാരണ ജനമൈത്രി പോലീസുകാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന എല്ലാവരും TV കാണുകയാണ് കേട്ടോ. അതേസമയം അമ്പാട്ടി വീട്ടിലും എല്ലാവരും കാണുകയാണ്. അതേ അർച്ചനയും അതുപോലെ രുക്കുവിന് മാത്രം അതിലൊരു സങ്കടം വരികയാണ് കേട്ടോ. കാണുമ്പോൾ ഒരു വലിയ സുഖമില്ല അത് കാണുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെ മന്ത്രിയും ഇത് കാണുകയാണ്. മന്ത്രി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനവും മന്ത്രിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു തീരുമാനത്തിലാണ് ആ CCTV ജനങ്ങളിൽ എത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മന്ത്രി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, അവനെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്യണം, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന അർച്ചനയും വീട്ടിലെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ദിലീപിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. രുക്കുവിന് മാത്രം ഒരു സന്തോഷമാവില്ല. അതിന് സസ്പെൻഡല്ലേ ചെയ്തിട്ടുള്ളൂ, ജോലിയിൽ നിന്ന് ഡിസ്മിസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ചോദിക്കും, എന്താ നിനക്ക് ദിലീപിനെ സസ്പെൻഡ് ചെയ്തു പറയുമ്പോൾ തന്നെ നിനക്കൊരു വിഷമം പോലെ ഉണ്ട് ചോദിച്ചേ. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവരെയും പോലെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പറയും, അതെന്തായാലും നന്നായി എന്നിങ്ങനെ പറയും. അതേസമയം ചിന്നു ചോദിക്കും, അയ്യോ മാമനെ എത്ര തല്ലി ചതച്ചിരിക്കുന്നു, എനിക്കിത് കാണാൻ വയ്യ, എന്തായാലും അവനെ നല്ല ശിക്ഷ കിട്ടണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വന്നു കഴിഞ്ഞാൽ ഇവനെ പകരം പലിശയും ചോദിക്കണം കേട്ടോ എന്ന് ചിന്നു പറയണം കേട്ടോ. അതെന്തായാലും ശരി, ഞാൻ പോലീസായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിലീപിനെ ആ പോലീസുകാരനെ ഞാൻ തല്ലി ചതയ്ക്കുമെന്നിങ്ങനെ വച്ച് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട മോനെ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ അതിനല്ലല്ലോ നല്ലൊരു പോലീസുകാരനാകണം എന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാനൊരിക്കലും ചേച്ചി വളർത്തിയ ഞാൻ എന്തായാലും ഇങ്ങനെയാവും, ഒരിക്കലും ആകില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുകയാണ് കേട്ടോ. അതേസമയം ചിന്നുമോള് പറയുന്നുണ്ട്, എന്തായാലും ശരി, നമ്മളൊരു കാര്യം തീരുമാനിച്ചില്ല, ആ ടൂർ പ്രോഗ്രാം നമുക്ക് അങ്ങോട്ട് ചെയ്താലോ, നാളെ നമുക്ക് പോയാലോ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും സമ്മതം മൂളാണ്. രുക്കു ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ പരിപാടിയാണ് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും ചെയ്ത്, വീണ്ടും അത് വരികയാണല്ലോ എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം ദിലീപ് വിജയരാഘവനെ കാണുകയാണ് കേട്ടോ. പോലീസുകാരനെ പോയി പറയുകയാണ്, എൻ്റെ പണിയും പോയി, ഞാനിനി എന്ത് ചെയ്യും, പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്ക് വയ്യ, അവിടെ ആൾക്കാരും ഫോട്ടോക്കാരും എല്ലാവരും വരികയാണ്, ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്ക് ജീവിച്ചാൽ പോരെ, എനിക്ക് ജീവിച്ച് മതിയായ പോലെയാണ്, ഞാൻ സാറ് പറഞ്ഞ കാരണമാണ് ആ ഫോട്ടോയുടെ CCTV ദൃശ്യം കൊടുത്തത്, അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വിജയരാഘവൻ പറയുന്നുണ്ട്, അത് കൊടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമായേനെ, അവർ നിന്നെ കൊന്നേനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ശരി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ ക്യാമറയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഏതായാലും ഞാൻ നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും, നീ പേടിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ദിലീപ് അപേക്ഷിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് അതേ കസേരയിൽ ഇരുന്ന് ജോലി എടുക്കണം, അതിനു വേണ്ടി സാർ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ, നീ ഏതായാലും പേടിക്കണ്ട, നീ എന്തായാലും എൻ്റെ ഓഫീസിലേക്ക് വായോ, അവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം കേസിൻ്റെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദിലീപ് അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ദിലീപിനെ കണ്ടതും അർച്ചന ഇങ്ങനെ പറയുന്നുണ്ടോ, ഓ എന്താണാവോ ഇവിടെ വന്നിരിക്കുന്നത്, കാറ്റുപോയ ബലൂണ് പോലെയാണല്ലോ, താനേ കേസിന് പോകുമ്പോൾ എന്തെല്ലാം ഒന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. ദീപ്തിയും പറയും, ഇപ്പം എന്തായാലും ഒന്നുമില്ലല്ലോ, എന്തായാലും ഇപ്പം എന്ത് വേണമെങ്കിലും പറയാലോ എന്ന് പറഞ്ഞിട്ട് ദീപ്തിയും അർച്ചനയും കൂടി കളിയാക്കുകയാണ് കേട്ടോ.
അത് കേൾക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഒരുപാട് കളിയാക്കാതെ, ഞാനേ കേസ് സസ്പെൻഡേ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ ജോലി എനിക്ക് പോയിട്ടൊന്നുമില്ല. അത് കാരണം ഞാൻ ഈ കസാരയിൽ തന്നെ വന്നിരിക്കും, അതിനുശേഷം നിങ്ങളെയൊക്കെ ഞാൻ കണ്ടോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ടോ, താൻ അധികം പ്രസംഗിക്കേണ്ട, താൻ ആദ്യം വന്ന് ജോലിയിൽ ഇരിക്കി, അതിനുശേഷം താൻ ഞങ്ങളെ ഭരിച്ചാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ.